ഗായ്സ്, അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ലാസ്റ്റ് മലപ്പുറത്ത് പോകുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചേർത്തുനിന്ന് മറ്റേ എഗ് മസാലയും പിന്നെ ഗ്രീൻ പീസ് മസാലയും കഴിച്ച്. അപ്പോൾ ആ ഗ്രീൻ പീസ് മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് അത് അവിടുന്ന് കഴിക്കുന്നത്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന ഉടനെ യൂട്യൂബിൽ നോക്കി അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി അവരുണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് തട്ടിക്കൂട്ടി നോക്കട്ടെ. എന്താ സ്ഥിതി നമുക്കറിയാലോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചാണ് കേട്ടോ. ഈ സാധനം ഇതിങ്ങനെ അപ്പാട് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. വെറുതെ ഞാൻ പൊക്കി തിന്നാൻ ഇത് വേഗം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സാധനം തീർന്നു പോകും. പിന്നെ വെറുതെ ഉള്ളി തക്കാളി വാട്ടി തിന്നേണ്ടി വരും. അപ്പം ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചത്, പിന്നെ ഒരു സവാള അരിഞ്ഞതും കറിവേപ്പിലയും, അതുപോലെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ്, 3 പച്ചമുളക്, 3 മുട്ടയാണ് വേണ്ടിയത്. ഇവിടെ ഇപ്പോൾ 2 മുട്ടയുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടിയത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അധികം ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതിൻ്റെ പുറകെ അങ്ങനെ പോയിട്ട് അങ്ങനെ കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ അതവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. തീ ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്. ആ ചട്ടി വല്ലാണ്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും കറിവേപ്പിലയും കേട്ടോ. അതിനകത്തേക്ക് പച്ചമുളകും പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇടുന്നുണ്ട്. ഒരുമിച്ച് വാടിക്കോട്ടെ. പിന്നെ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇതാണ്. വീട്ടിലെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടോ ഏറ്റവും. എണ്ണ ഞാൻ ഒരു ഇത്തിരി കൂടുതൽ ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ നല്ലോണം മുട്ട ചിക്കി എടുക്കണം. അപ്പോൾ ആ സമയത്ത് ഇത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വാടട്ടെ. ഒന്ന് കുറച്ച് വാടിയിട്ട് വേണം തക്കാളി ഇടാൻ. എന്നിട്ട് അതും കൂടി വാടുമ്പോഴത്തേനും ഉള്ളി കുറച്ചും കൂടി വാടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ തീരെ വാടാണ്ടായാൽ ഇങ്ങനെ ഉള്ളിനെ കടിക്കുമ്പോൾ ഒരുമാതിരി ആയിട്ടല്ലോ. ലേശം ഒന്ന് വാടിയിട്ട് ഇതാകും. അപ്പം ഞാൻ ഈ പാട്ട് പാടുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് വായിൽ വരുന്ന കേട്ടോ. പാടാനൊന്നും അറിയുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇപ്പം കേട്ടതാ ഈ പാട്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ റീല് കണ്ടപ്പോൾ. അപ്പം എങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് വായിൽ വന്നാൽ ഇങ്ങനെ പുറത്ത് വെക്കുമ്പോൾ ഇങ്ങനെ അറിയാണ്ട് പാടിയിട്ടുള്ളതാണ്. അതിനോട് പാടുന്നതല്ല. അപ്പം എന്താ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് വേണ്ടിയിട്ടാണ്. അതങ്ങനെ മിണ്ടാണ്ട് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം നമ്മൾ ഉള്ളി കുറച്ച് വാടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം വാടണ്ട. തക്കാളി മല്ലിയൊക്കെ നമുക്ക് ലാസ്റ്റില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വേഗം അടി പിടിക്കും. കാരണം ഇഞ്ചി പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു സാധനം. അപ്പം അതിങ്ങനെ പെട്ടെന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം.
അല്ലാതെ വേറെ അടി പിടിക്കുക. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരിച്ചിരി വേഗം അത് അടി പിടിക്കും. അവിടുന്ന് നിന്നിട്ട് ആ ഒരു ടേസ്റ്റ് മറിഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു ടേസ്റ്റ് പിടിച്ചിട്ടാണ് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്താവും പഠിച്ചവൻ്റെ അറിയാം. നല്ല ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ നല്ല മണം നല്ല വരുന്നുണ്ട്. ഒക്കെ ഞാൻ തോനായിട്ട് ഇട്ടേന്. ഇഞ്ചി വെളുത്തുള്ളി ഭാഗത്തിന് കറിവേപ്പില കുറച്ച് തോനെ ഇട്ടേനായിരുന്നു. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം എല്ലാ സ്ഥിതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം. കുളമാവുമോ സാധനം വെറുതെ വേസ്റ്റ് ആവുമോ ടേസ്റ്റ് ആവുമോ എന്നൊക്കെ പഠിച്ചവൻ്റെ അറിയാം. കയ്യിൽ ഇതിലിട്ട് വെക്കാൻ പറ്റില്ല. അതിനെ തൊടാൻ പറ്റൂല. പുള്ളിയിട്ട് വെളിച്ചം ഇരുട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് എനിക്കറിയില്ല. ഇവിടെ ഫുൾ ലൈറ്റ്. ആ തല വരെ വരെ ലയിച്ചിട്ടുണ്ട്. എന്നാലും ഫോണിൽ ഫ്ലാഷ് വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവായതുകൊണ്ട് കുറച്ച് അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ഡാർക്കായിട്ടാണ് തോന്നിക്കുക. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഫോണിനൊരു ഓവർഹീറ്റിൻ്റെ പ്രശ്നം അതുകൊണ്ട് അത് കുറച്ച് ഡാർക്കായിട്ട് തോന്നിക്കുക. എത്ര ലേറ്റ് ഇട്ടാലും അങ്ങനെ തോന്നിക്കുക. പിന്നെ പുറത്തുനിന്ന് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് വിളിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ കുറച്ച് ദൂരത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ അത് ദൂരത്തേക്ക് വെച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്തേക്ക് ഫോണുണ്ടെന്ന് ചെയ്യാറില്ല. നോർമലി ഹീറ്റാവുന്ന ഫോണായതുകൊണ്ട് ഗ്യാസിൻ്റെ അടുത്തേക്ക് വെച്ചാൽ പെട്ടെന്ന് ഹീറ്റാവും. അപ്പോൾ പെട്ടെന്ന് എന്താ ക്ലാരിറ്റി കൂടിയെന്ന് ചിന്തിക്കണ്ട. ഞാൻ എൻ്റെ ഫോൺ ഓവർ ഹീറ്റായി എന്ന് പറയുമ്പോഴത്തേനും ഫോൺ ഓവർ ഹീറ്റായി. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഉമ്മാൻ്റെ ഫോൺ എടുത്തതാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിലേക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇടാൻ പോകട്ടോ. അപ്പോൾ ഇത് തീ കൂട്ടി തന്നെ വെക്കണം കേട്ടോ. ഞാൻ ഫോൺ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ തീ കുറച്ച് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കി തീരുന്നത് വരെ തീ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം. അതുകൊണ്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കാൻ പോകുമ്പോൾ ഇത് കരിഞ്ഞു കൊണ്ടാണ് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഗ്രീൻ പീസ് എന്തായാലും അധികം നടക്കുന്നില്ല. ഞാൻ മിക്സായി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടാം. മുളകുപൊടി ഇടുമ്പോൾ ഞാൻ തീ കുറച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടിക്ക് ഞാൻ അളവൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ പാകത്തിന് ലേശം ഇടുകയാണ്. ഇടുന്നവർക്ക് സാധാരണ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് ഏകദേശം മനസ്സിലാവും സാധനത്തിൻ്റെ അളവിനനുസരിച്ച് എത്ര മല്ലിപ്പൊടി ഇടണം എന്നുള്ളത്. കുരുമുളക് പൊടി നമുക്ക് അധികം വേണ്ട. കാരണം പച്ചമുളകിൻ്റെ ഒരു എരിവാണ് കേട്ടോ ഇനി വേണ്ടിയത്. മക്കളെ രണ്ടാളും മുറ്റത്ത് നല്ല കളിയാട്ടോ. അവിടെ കുട്ടികളുണ്ട് കളിക്കാൻ. അപ്പോൾ അവരോട് നല്ല കളിയായിട്ട് ഉപ്പ് കുറവാണ് കഴിച്ച് കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഉപ്പിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തീ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ച് തരാം കേട്ടോ. 3 മുട്ട വേണം ഇതിനനുസരിച്ച്. ഇപ്പം 2 ആയതുകൊണ്ട് കൊള്ളാവോ അറിയില്ല. എന്തായാലും ഞാൻ വേഗം ചിക്കി എടുക്കട്ടെ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം ഇറക്കി മിക്സ് ചെയ്ത് കരിവാക്കി എടുക്കണം. മറ്റുള്ളവരൊക്കെ പോലെ കാണും തീ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ ഓരോ മിക്സ് ആക്കണം.
ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് മസാല പറന്നു പോയി, കുറച്ച് മസാല പറന്നു പോയി. അപ്പം ഞാൻ തീ കുറക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തീ കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇതിപ്പോൾ മുട്ട എല്ലാം പൊടിഞ്ഞ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല അടി പിടിക്കുക ഉറപ്പാണ്. അപ്പോൾ ആ ഉപ്പൊക്കെ ഇട്ട് പാകാക്കി മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. മല്ലിച്ചപ്പ് ഇതിനകത്ത് വേണം. എനിക്ക് സാധാരണ മല്ലിച്ചപ്പിൻ്റെ കഴിയാൻ ഇഷ്ടമല്ല. ഒരു സാധനം വെക്കുമ്പോൾ മല്ലിച്ചപ്പ് ഇടാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ. പക്ഷെ ഇതിനകത്ത് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ മല്ലിച്ചപ്പിൻ്റെ ഒരു മണം ഇതിനകത്തേക്ക് വരുത്താം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഉണ്ടാവും. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ചട്ടി ഇട്ട് ഇളക്കിയിട്ട് ആകെ കൂടി കലവിലാക്കിയിട്ട് ഇടയിൽ കൂടെ ഞാൻ പറയുകയും ചെയ്യും. കേൾക്കുന്നുണ്ടാവേക്കുമല്ലോ അല്ലേ? കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. അല്ലാണ്ട് നല്ല മണം വരുന്നുണ്ട് ഗൈസ്. വായിൽ കപ്പലോടുന്നു. സൂപ്പർ സ്മെല്ലാട്ടോ. ഇതൊക്കെ നമ്മളെ ചുരത്തിൽ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയിട്ട് അവിടുത്തെ തട്ടുകടയിലൊക്കെ പോയിട്ട് ആസ്വദിച്ച് സമയം എടുത്തിരുന്ന് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കഴിക്കണം. അതൊരു വേറെ പിന്നെ നമ്മൾ വീട്ടിൽ എത്ര ഉണ്ടാക്കി കഴിച്ചാലോ അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഫൈനലി അതൊക്കെ സെറ്റ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് വരൂ, സാധനം എന്താ റെഡി. കണ്ട ഗൈസ്, സൂപ്പർ സാധനമല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല, പക്ഷേ നല്ല അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. കിടുക്കാച്ച സാധനമാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉപ്പൊക്കെ കൂടി പാകാക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ അവിടുന്ന് ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു ഇഷ്ടം. എൻ്റെ കൈ വരുന്നതല്ല, കൈ കുക്ക് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയ്യിലേക്ക് വരെ നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് വരില്ലേ, ആ സ്മെല്ല് കയ്യിൽ നിന്ന് ഇതിൻ്റെ സ്മെല്ല് കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് കഴിച്ച് എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടുത്തം കിട്ടി. നല്ല സ്മെല്ലും വരുന്നുണ്ട്. അടിപൊളി സാധനമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഇതുപോലുള്ള ഓരോരോ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. നമുക്ക് അത് ഒരു രസമാണ്. അപ്പോൾ എനിക്കൊരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്.